വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58-59 ബ്ലോക്കുകളിലെ ഗ്രാൻറ്റീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത്. പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിൽ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമ തടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് കർഷകരുടെ പരാതി. ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ച് നീക്കിയാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാമെന്നും കർഷകർ പറയുന്നു. ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് വട്ടവട. എന്നാൽ പഞ്ചായത്ത് പരിധിയിലെ ഗ്രാൻറ്റീസ് മരങ്ങളുടെ വ്യാപനം കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58-59 ബ്ലോക്കുകളിലെ ഗ്രാൻറ്റീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ കർഷകർ രംഗത്തെത്തിയിട്ടുള്ളത്. പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിൽ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമ തടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് കർഷകരുടെ പരാതി. ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കപ്പെട്ടാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാമെന്നും കർഷകർ പറയുന്നു. പഞ്ചായത്തിൽ പ്രത്യേകിച്ച് 58-59 ബ്ലോക്കിൽ ഗ്രാൻറ്റീസ് മരങ്ങളുണ്ട്. അത് സ്വന്തം പട്ടയ സ്ഥലങ്ങളാണ്. അത് ഏതെങ്കിലും മുറിക്കാൻ ഏതെങ്കിലും ഗവൺമെൻറ് ഒരു അനുവാദം വേണം. അത് ഇപ്പോൾ ഗവൺമെൻറ് തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതും മുറിച്ചാൽ അതിലും ചേർത്ത് ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്തിട്ട് എല്ലാവർക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഈ 12 മാസവും പച്ചക്കറി കൊടുക്കാം. വട്ടവട മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന ഗ്രാൻറ്റീസ് മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു നീക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഗ്രാൻറ്റീസ് മരങ്ങളുടെ വേരുകൾ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നത് പ്രതിസന്ധിയാകുന്നുവെന്നും കർഷകർ പറയുന്നു.